നരിപ്പറമ്പ് ബൈപ്പാസ് റോഡിലെ ഗർത്തങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വാഴ നട്ട് പ്രതിഷേധിച്ചു. 2 വർഷമായി തകർന്നു കിടക്കുകയാണ് ഈ റോഡ്. പാരീസിനെ വെല്ലുന്ന റോഡ് വേണ്ട, നടുവൊടിയാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന റോഡ് മതിയെന്നാണ് നരിപ്പറമ്പിലെ ഓട്ടോ തൊഴിലാളികൾ അധികൃതരോട് ആവശ്യപ്പെടുന്നത്. 3 വർഷം മുമ്പ് ടാർ ചെയ്ത് നവീകരിച്ച നരിപ്പറമ്പ് കാലടി എടപ്പാൾ ബൈപ്പാസ് റോഡ് തകർന്നിട്ട് 2 വർഷത്തോളമാകുന്നു. വലിയ ഗർത്തങ്ങളാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. കാൽനടയാത്രയ്ക്ക് പോലും ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത വിധം തകർന്ന റോഡിലൂടെയാണ് വലിയ വാഹനങ്ങളടക്കം ചാഞ്ചാടി പോകുന്നത്. ഏതാനും ദിവസം മുമ്പ് നാളികേരം കയറ്റി വന്ന വാഹനം ഈ ഗർത്തത്തിൽ വീണ് മറിഞ്ഞിരുന്നു. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. മഴ പെയ്തതോടെ ഈ റോഡിലൂടെയുള്ള ഗതാഗതം ഏറെ ദുഷ്കരമായി മാറി. അടിതട്ടിയും മറ്റും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. അതിനാൽ തന്നെ നരിപ്പറമ്പിൽ നിന്നും ഓട്ടോ വാടകയ്ക്ക് വിളിച്ചാൽ ഓട്ടം പോകാനും തൊഴിലാളികൾ മടിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ റോഡിലെ കുഴിയിൽ വാഴ നട്ട് പ്രതിഷേധിച്ചത്. ഒരുപാട് വർഷങ്ങളായി നമ്മുടെ നരിപ്പറമ്പ് ടു പോത്തന്നൂർ എടപ്പാൾ പോകുന്ന റോഡ് ഈ കോലത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. നിരവധി അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടും ഒരധികാരികളും ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരാഴ്ചകൾക്ക് മുന്നേയാണ് ഇവിടെ വലിയൊരു തേങ്ങ കയറ്റി പോകുന്ന ഒരു ലോറി മറിഞ്ഞത്. എന്തോ ഒരു ഭാഗ്യം വെച്ചാൽ ഒരാൾക്കും പരിക്ക് പറ്റിയില്ല, വാഹനത്തിന് മാത്രമാണ് പരിക്ക് പറ്റിയത്. ഈ വീഡിയോ കാണുന്ന അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് കഴിവിന്റെ പരമാവധി ഈ റോഡ് നന്നാക്കി തരണമെന്ന് വളരെ താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അടിയന്തരമായി യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറായിട്ടില്ലെങ്കിൽ ശക്തമായ സമരവുമായി രംഗത്തെത്തുമെന്നാണ് പ്രദേശവാസികളും പറയുന്നത്. NCV ന്യൂസ് എടപ്പാൾ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.